വേദപുസ്തകത്തിലെ കാര്യം ചോദിക്കുമ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ അപ്പം മനസ്സിലായിക്കോണം ആരാ നമ്മൾ ഒരു നല്ല യാക്കോബക്കാരനെന്ന് മനസ്സിലാക്കണം. വേദപുസ്തകം വായിക്കുകയില്ല, ആകപ്പാടെ വായിക്കും. എപ്പോഴാണ് നമ്മൾ വായിക്കുന്നത്? ആള് തട്ടിപ്പോയി കഴിയുമ്പോൾ തലക്കീഴിലിരുന്ന് വായിക്കും, അവൻ കേൾക്കാൻ. മനസ്സിലായില്ലേ? പിന്നെ വേദപുസ്തകം വായിക്കുന്ന അവസരങ്ങളുണ്ട് പള്ളിയിൽ, ആ സമയത്ത് അത് കഴിഞ്ഞേ വരത്തുള്ളൂ. കുർബാനയ്ക്ക് വേദപുസ്തകം വായിക്കുന്ന സമയം കുർബാനയുടെ ആരംഭമാണ്. നമുക്കറിയാം, പഴയ നിയമം താഴെ വായിക്കും, രണ്ട് സൈഡിലും ലേഖനം വായിക്കും, നടുക്കുന്ന നേവെങ്കിലും വായിക്കും. കഴിഞ്ഞ ഞായറാഴ്ച ഈ 3 പരിപാടിയും അല്ലെങ്കിൽ 4 പരിപാടിയും കണ്ടവർ ഒന്ന് കൈവെക്കാവും. കഴിഞ്ഞ ഞായറാഴ്ച അപ്പോൾ അത്രയും പേര് നുണ പറഞ്ഞവർ കുമ്പസാരത്തിന് അവസരമുണ്ട്, നാളെ നാളെ കഴിഞ്ഞുമായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ ആളുകളുടെ ഒരു പ്രത്യേകത, വേദപുസ്തകം എന്ത് ചെയ്യല, പലരും വായിക്കുകയില്ല. ഒരിക്കൽ ഒരു വിവാഹ ഒരുക്ക സെമിനാറിന് ഞാൻ ക്ലാസ് എടുക്കാൻ പോയി, പലയിടത്തും ക്ലാസ് എടുക്കാറുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ കുട്ടികളോട് വെറുതെ ചോദിച്ചു, നിങ്ങൾക്ക് 10 കൽപ്പന അറിയാവുന്ന പിള്ളേരൊന്ന് കൈപൊക്കിക്ക്. ഒരെണ്ണം പോലും ഇല്ല. അറ്റവും മുറിയൊക്കെ പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത കൽപ്പനകൾ അവർ കർത്താവിൻ്റെത് പറയുന്നത് കേൾപ്പിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അപ്പോൾ ഒരു പെണ്ണ് കൈപൊക്കി. ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എഴുന്നേക്ക്. അവളങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുകയും പടപടപടാന്ന് പറഞ്ഞിട്ട് 10 കൽപ്പനയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എത്രയോ സ്റ്റേജുകളിൽ പ്രസംഗിച്ച് കഴിഞ്ഞു. യാക്കോബായ സുറിയാനി സഭയുടെ പ്രധാനപ്പെട്ട സുവിശേഷ വേദികളിലെല്ലാം ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞു. എവിടെ ചെന്നാലും ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും കൈ പൊക്കിക്കും. ഞാൻ ഇപ്പം തന്നെ ഇവിടെ വന്ന് ആദ്യമേ കൈ പൊക്കിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ കൈ പൊക്കിക്കും. ഇന്നേ വരെ ഒരു സ്ഥലത്ത് ചെന്നിട്ടും 10 കൽപ്പന മുഴുവനും പറയാൻ ഒരാളെ കൊണ്ട് പോലും ആയിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് അറ്റവും മുറിയൊക്കെ, ചിലർ 12ഉം 15ഉം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൃത്യമായി 10 കൽപ്പന ആരും പറഞ്ഞിട്ടില്ല. നീയാണ് ആദ്യം ഇത് പറഞ്ഞത്, നീ യാക്കോബായ സഭയിലെ ഏക പെൺകുടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരുത്തി. ധ്യാനം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മണർകാട് പള്ളി ഇടവകയിൽപ്പെട്ട ജിമ്മി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ എൻ്റെ കൂടെ പഠിച്ചതാണ്, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. ഞാൻ അവനെ കണ്ടപ്പോൾ ചോദിച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അവൻ പറഞ്ഞു, ഞാനും കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വിവാഹ ഒരുക്ക സെമിനാറിൽ പങ്കെടുക്കേണ്ട ആളുകൾ ഈ ക്ലാസ്സിനകത്തിരിക്കണ്ടേ? അന്നേരം പറഞ്ഞു, ഞങ്ങൾ മണർകാട്ട് പള്ളി ഇടവക്കാരായതുകൊണ്ട് ഞങ്ങൾ വരാന്തയിൽ നിന്ന് കുർബാന കാണുന്ന രീതിയാണ് പാരമ്പര്യമായിട്ടുള്ളത്. പുറത്തുള്ളവർ പള്ളിക്കകത്തും ഞങ്ങൾ പള്ളിക്ക് പുറത്തും, അതാണ്. അപ്പം ഞാൻ ചോദിച്ചു, നീ ഏത് പെണ്ണിനെയാണ് കിട്ടുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛനാ. അന്ന് ഞാൻ അച്ഛനപ്പോൾ ആ 10 കൽപ്പന ചോദിച്ചപ്പോൾ ഒരു പെണ്ണ് എഴുന്നേറ്റ് നിന്ന് പടപെടാന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണ. എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, എടാ, യാക്കോബായ സഭയിൽ ഇതുപോലെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല, നീ ഭാഗ്യവാനാണ്. ഉടനെ അവൻ എടുത്ത വായിൽ എന്നോട് പറച്ചൽ, എൻ്റെ അച്ഛാ, അത് യാക്കോബായൊന്നുമല്ല, കത്തോലിക്കായി നിങ്ങോട്ട് ചേർത്ത് കെട്ടിക്കുക. മനസ്സിലായി? 10 വർഷത്തിന് ശേഷം ഞാൻ മെത്രാപ്പോലിത്തയായി UK ചെന്നു. ലണ്ടൻ പള്ളിയിൽ ധ്യാനിപ്പിക്കുകയാണ്. ആ ധ്യാനിപ്പിക്കുന്ന സമയത്ത് അവിടെയും ഞാനൊരു ചോദ്യം ചോദിച്ചു. ഇതുപോലെ എല്ലായിടത്തും ഞാൻ ചോദ്യം ചോദിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ചോദ്യം ചോദിച്ചു. ഞാൻ അന്നേരം ചോദിച്ചു, 10 കൽപ്പന അറിയാവുന്ന ലണ്ടൻകാരൊക്കെ നിങ്ങൾ പണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നാട്ടിൽ വന്നില്ലേ? 10 കൽപ്പന പഠിച്ചിട്ടാണോ വന്നത്? അറിയാവുന്നവർ കൈവക്കാൻ പറഞ്ഞു. അവിടെയും ഏറ്റവും ബാക്കിൽ നിന്നൊരു പെണ്ണ് കൈവക്കി. ഞാൻ പറഞ്ഞു, യാക്കോബായ സഭയിൽ 2ാമത്തെ പെണ്ണാണ് 10 കൽപ്പന അറിയാമെന്ന് പറഞ്ഞ് കൈവക്കുന്നത്. ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണ് എന്നെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, തിരുമേനിക്ക് എന്നെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. 10 വർഷം മുമ്പ് ഞാൻ തന്നെയാണ് കൈപൊക്കിയത്, ഇന്നും ഞാനാ പൊക്കി. അതിനിടയിൽ നമ്മുടെ ആളുകൾ ആരും 10 കൽപ്പന പഠിച്ചിട്ടില്ല. നമ്മുടെ സഭയിലെ ആളുകളുടെ ഒരു പ്രത്യേകത ഇതാണ്, വേദപുസ്തകം പഠിക്കത്തുമില്ല, വേദപുസ്തകം വായിക്കത്തുമില്ല, വേദപുസ്തകം തുറക്കത്തുമില്ല. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഭയപ്പെടുകയാണെങ്കിൽ തലയണ കീഴേ വെക്കാൻ ഈ സാധനം ഉപയോഗിക്കും. ഇത് പോരാ, ഇതിനകത്തെ സാധനം പഠിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പറയുകയാണ്, ഇതാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിൽ, യൂദയായിൽ, സമരിയായിൽ, ലോകത്തിൻ്റെ അതിർത്തി വരെയും നിങ്ങൾ എനിക്ക്
സാക്ഷികളായിരിക്കും. എന്തിനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്? നീ ജീവിക്കുന്ന ഈ ദേവാലയത്തിൽ, നീ നിൽക്കുന്ന വീട്ടിൽ, നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നീ പോകുന്ന ഇടങ്ങളിലെല്ലാം എൻ്റെ സാക്ഷിയായിരിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ നമ്മളെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരാൻ വേണ്ടിയുള്ള ദൈവവിളി കിട്ടിയവരാണ് ഞാനും നിങ്ങളും. എന്തിനുള്ള ദൈവവിളിയാണ് കിട്ടിയിരിക്കുന്നത്? എന്തിനുള്ള ദൈവവിളിയാണ്? യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരാൻ വേണ്ടി ദൈവവിളി കിട്ടിയിരിക്കുന്ന വ്യക്തിയാണ് ഞാനും നിങ്ങളും. എന്താ ഈ സാക്ഷി എന്ന് പറഞ്ഞ? ആരാ ഈ സാക്ഷി? സാക്ഷി എന്ന് പറഞ്ഞ ആരാ? സാക്ഷി എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏത് സ്ഥലത്താണ്? കോടതിയിലാണ്, അല്ലേ? സാക്ഷി എന്ന് പറയുന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലം കോടതിയാണ്. കോടതിയിൽ 3-4 ടൈപ്പ് ആളുകളുണ്ട്. ഒന്നാമത്തെ ആളാരാണ് കോടതിയിലെ? ആരാ? അതും അറിയാമല്ലേ? ജഡ്ജി. നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയാതെ, കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഈ കേസും വഴക്കുമായിട്ട് നടക്കുന്നതുകൊണ്ട് സത്യത്തിൽ നമുക്ക് പരിചയമുള്ള ഏറ്റവും വലിയ ആളാണ് ജഡ്ജി. നമ്മളെ ജഡ്ജിയെ നോക്കിയല്ല ജീവിക്കുന്നത്. കാരണം ജഡ്ജിയുടെ നാക്കെങ്ങാനും തിരിഞ്ഞോ മറിഞ്ഞോ പോയാൽ നമ്മുടെ കാര്യം പോക്കടിക്കും. അപ്പം അതുകൊണ്ട് ജഡ്ജിക്ക് വേണ്ടി കണ്ടമാനം പ്രാർത്ഥിക്കണം. നമ്മൾ ജഡ്ജിമാർക്കൊക്കെ വേണ്ടി പരിശുദ്ധാത്മാവെന്ന് പറയാൻ പ്രാർത്ഥിക്കണം, നീതിപൂർവം വിധികൾ നടപ്പാക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് പല പ്രതിസന്ധി ഉണ്ടാകുകയില്ലേ. അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളല്ല സഭയ്ക്ക്. ആര്? ജഡ്ജി. മനസ്സിലായില്ലേ? അപ്പോൾ ജഡ്ജി. രണ്ടാമത്തെ ആളാരാണ്? പിന്നെ രണ്ടാമത്തെ ആളാരാ? വക്കീലെങ്കിൽ വക്കീല്. പിന്നെ ആരാ? വാദി, പ്രതി, പിന്നെ സാക്ഷി, പിന്നെ ഗുമസ്തൻ, അങ്ങനെ പലരും. അപ്പോൾ കോടതിയിൽ ഇത്രയും ആളുകളുണ്ട്. ജഡ്ജിയുണ്ട്, വാദിയുണ്ട്, പ്രതിയുണ്ട്, വക്കീലുണ്ട്, സാക്ഷിയുണ്ട്. ഒരു മനുഷ്യനെ, ഇപ്പം ഈ ചേട്ടനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതാ കോടതി കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ചൊരു കംപ്ലൈൻറ്റ് വന്നിരിക്കുക. എന്താണ് കംപ്ലൈൻറ്റ്? കോടതി കൊണ്ട് നിർത്തുക. അദ്ദേഹം ഇതാ അവിടെ ഒരു ജുവല്ലറി, ഞാനങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ജുവല്ലറി കുത്തി തുറന്ന കേസിൽ അദ്ദേഹം പ്രതിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള കേസ്. അങ്ങനെ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ജഡ്ജി അദ്ദേഹത്തെ നോക്കി, കുറ്റം ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. കാരണം മിണ്ടിയിട്ട് കാര്യമില്ല, ഇവർ വിശ്വസിക്കുകയല്ലോ. അപ്പോൾ പ്രതിഭാഗം വക്കീൽ പറഞ്ഞു ഇയാൾ കുറ്റക്കാരനാണ്. വാദിഭാഗത്തുള്ള ആൾ പറഞ്ഞു ഇയാൾ കുറ്റക്കാരനല്ല. അപ്പോൾ സാക്ഷിയെ കൊണ്ടുവന്നു. സാക്ഷി വന്ന് നിന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം കുറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കാസർഗോഡായിരുന്നു. അന്ന് കാസർഗോഡ് ഇതാ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ടിക്കറ്റ് എടുത്ത് കാണും. ഇതാ ടിക്കറ്റ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ആയിരുന്നു അതിനുള്ള തെളിവുകളെല്ലാം നികത്തി. എന്നിട്ട് പറഞ്ഞു ഇയാൾ അതുകൊണ്ട് കുറ്റക്കാരനല്ല. ജഡ്ജി കാര്യങ്ങൾ മേടിച്ച് വായിച്ചു നോക്കി. എല്ലാം നോക്കിയപ്പോൾ ഇതാ സാക്ഷി പറഞ്ഞത് കറക്റ്റായി. സാക്ഷി വാക്ക് പറഞ്ഞു ഇയാൾ കുറ്റക്കാരനല്ല. അതുകൊണ്ട് സാക്ഷിയുടെ വാക്ക് സ്വീകരിച്ച് ഇദ്ദേഹത്തെ ജഡ്ജി എന്ത് ചെയ്തു? നിരപരാധിയായിട്ട് വിട്ടയച്ചു. ഇനി ആ സാക്ഷിക്ക്, അങ്ങനെ പറയേണ്ടിയിരുന്ന സാക്ഷിക്ക് വരാൻ പറ്റിയില്ല. ഒരു കള്ളസാക്ഷി അവിടെ എഴുന്നേറ്റു. ഇതാ ഞാൻ ആ വഴിയെ കൂടെ ജ്വല്ലറിയുടെ വാതിക്കൽ കൂടെ കടന്നു പോകുമ്പം ഇങ്ങേരവിടെ നിൽക്കുന്നത്, വാതിക്ക് നിൽക്കുന്നത് കണ്ടു. പുള്ളിയുടെ കയ്യിൽ ഒരു കമ്പിപ്പാര ഇരിപ്പുണ്ടായിരുന്നു. ഇദ്ദേഹം, ഈ സാക്ഷി ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. കയ്യിൽ കമ്പിപ്പാരയുണ്ട്. സമയം 12:30, 12:45 പൊട്ടിച്ചത്. 12:30 നിൽക്കുന്നു. തെളിവുകളെല്ലാം ഇദ്ദേഹത്തിനെതിരെ.
അതുകൊണ്ട് ജഡ്ജി ഇദ്ദേഹത്തെ ആരാക്കി തീർത്തു? സാക്ഷിയുടെ മൊഴി അനുസരിച്ച് കുറ്റക്കാരനാക്കി തീർത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ വെറുതെ ഇറക്കി വിടാനും കുറ്റവാളിയായി ജയിലിലടയ്ക്കാനും ആര് വിചാരിച്ചാൽ സാധിക്കും? സാക്ഷി വിചാരിച്ചാൽ സാധിക്കും. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കണം. നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കണം. എന്തിൻ്റെ സാക്ഷി? ഞാൻ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നെന്നും ഈ ഭൂമിയിൽ ഞാൻ ദൈവമായിരുന്നുവെന്നും ഞാൻ രോഗികളെ സുഖപ്പെടുത്തിയെന്നും പൈശാചിക ശക്തികളെ ഞാൻ ബഹിഷ്കരിച്ചുവെന്നും എൻ്റെ വചനം കേട്ട് പാപികൾ മാനസാന്തരപ്പെട്ടുവെന്നും അപ്പമില്ലാത്തവൻ അപ്പം കിട്ടിയെന്നും മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റുവെന്നും കാറ്റിനെയും കടലിനെയും എൻ്റെ കരങ്ങൾ കൊണ്ട് ശാന്തമാക്കാൻ എന്നെ കൊണ്ടായെന്നും മരിച്ച ഞാൻ പീഡാസകനമേറ്റ് എല്ലാവരോടും ക്ഷമിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു വന്നു എന്നതിനും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം. എന്ന് പറഞ്ഞാൽ നീ തെളിവോടുകൂടി സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇത് തെളിയിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കണം. അപ്പോഴാണ് നീ യഥാർത്ഥ സാക്ഷിയാകുന്നത്. അപ്പോസ്തലന്മാരോട് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനം, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് മാമോദീസായിലൂടെ കടന്നു വന്ന ഓരോ വ്യക്തിയിൽ നിന്നും യേശു ക്രിസ്തു പ്രതീക്ഷിച്ച, ദൈവം പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട്. നീ എനിക്ക് ആരായിത്തീരണം? സാക്ഷിയായിത്തീരണം. അങ്ങനെയാണെങ്കിൽ ഈ വടക്കംപറവൂർ പള്ളി പരിസരത്ത് ലോക ചരിത്രത്തിൽ ഇറങ്ങി വന്നവനായ ക്രിസ്തു എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്നെന്നും ഉയർത്തെഴുന്നേറ്റെന്നും ഇന്നും ഞങ്ങളുടെ ദേവാലയത്തിൽ ജീവിക്കുന്നുവെന്നും തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാ? പറയുമുള്ളവർ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആരുടെയാ? ഒച്ചേപ്പറ, കുറച്ചുകൂടെ വച്ചേ. നമ്മുടേതാണ്. ആണോ? എനിക്കൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബിനു. അദ്ദേഹത്തിന് പെട്ടെന്നൊരു കല്യാണം മാറിപ്പോയി. അപ്പോഴാണ് ഞാൻ മെത്രാപ്പോലിത്ത 2009 ഡിസംബർ മാസത്തിൽ 26-ാം തീയതി കല്യാണം നടക്കേണ്ടത്. അച്ഛനായിട്ട് ഞാൻ കല്യാണം നടത്തേണ്ടത്. കല്യാണം എല്ലാം ഉറപ്പിച്ചു. ഞാൻ കെട്ടിക്കാവും തീരുമാനമെടുത്തു. അപ്പോഴാണ് കല്യാണം മാറിപ്പോയി. പുള്ളിക്ക് വലിയ സങ്കടമായിപ്പോയി. എന്നും മാത്രമല്ല, കെട്ടിക്കാവെന്ന് പറഞ്ഞ് എന്നെ പുത്തൻകുരിശിലേക്ക് വിളിച്ചു മെത്രാപ്പോലിത്ത സ്ഥാനം തരാനായിട്ട്. ഞാൻ പുത്തൻകുരിശിലാകപ്പെട്ടു പോയി. അതുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ചിരിക്കുക. ഞാൻ മെത്രാപ്പോലിത്തയായി തിരിച്ചു വന്നപ്പോൾ ബിനു എന്നെ കാണാമോ എന്നിട്ട് പറഞ്ഞു, കല്യാണമൊക്കെ മാറിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, പോട്ടെ, ഇനിയും കിട്ടും, ഇനിയൊക്കെ ഉണ്ടായിക്കോളും, കല്യാണമൊക്കെ നടന്നോളും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനൊരു മോഹം, ഇതാ ഞാൻ പുതിയ വണ്ടിയൊക്കെ എടുത്തിരിക്കുക. അവൻ ചോദിച്ചു, തിരുമേനിയുടെ കൂടെ എന്നാൽ പിന്നെ ഞാൻ ഡ്രൈവറായിട്ട് അങ്ങ് പോരട്ടെ. ഞാൻ പറഞ്ഞു, നീ പോരെ, അവൻ്റെ മനപ്രയാസമൊക്കെ മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കൂടെ കൂട്ടി. അനേകം പ്രാവശ്യം ഇതിലേക്ക് ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആദ്യ കാലങ്ങളിൽ ഭയങ്കര, മെത്രാപ്പോലിത്തയും കൂടി ആയി ധ്യാനഗുരുവാണ്, ഭയങ്കര തിരക്ക്. അതുകൊണ്ട് എനിക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കാനും നേരം കിട്ടിയില്ല, ഇവനെക്കുറിച്ച് ചിന്തിക്കാനും ഒരിക്കലും നേരം കിട്ടിയിട്ടില്ല. ഞങ്ങൾ എന്നും യാത്രയാണ്, രാത്രിയും പകലും യാത്ര. കുറേ ദിവസം കഴിഞ്ഞ് യാത്രയൊക്കെ ഒന്ന് ഒതുങ്ങി വരുന്ന സമയം, ഒരു ദിവസം കോഴിക്കോട്ടൊരു പള്ളിയിലിരിക്കുമ്പോൾ, ഐറേനിയസ് തിരുമേനിയുടെ ഭദ്രാസനത്തിലെ പള്ളിയിലിരിക്കുമ്പോൾ ഐറേനിയസ് തിരുമേനിയുടെ ഡ്രൈവറായില്ലോ. ഞാനപ്പോൾ അവനോട് പറഞ്ഞു, എൻ്റെ കൂടെയുള്ള ബിനുവിന് കല്യാണം നടക്കാതെ പുര നിറഞ്ഞല്ല കാറ് നിറഞ്ഞ് നിൽക്കുക. ഇവന് എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ സംഘടിപ്പിച്ച് കൊടുക്കണം. ഒത്തിരി പ്രായമായി, 28 വയസ്സ് 29 വയസ്സായി. ഒരു കല്യാണം ശരിയാക്കി കൊടുക്കണം. ഒരു മെത്രാപ്പോലിത്തയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആളുകൾ ഇങ്ങനെ നിലത്ത് നിൽക്കുമോ? അവൻ ഒരൊറ്റ വിടിയിലായിരുന്നു, പെണ്ണിനെ നോക്കി. അവൻ അവിടെ എങ്ങാണ്ട് പോയി ഒരു പെണ്ണിനെല്ലാം കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം റാസായിക്ക് പെണ്ണ് വരുമ്പം ബിനു നീ കണ്ടോണമെന്ന് പറഞ്ഞു, ഇഷ്ടപ്പെട്ടാൽ ഇത് ആലോചിച്ചോളാം. അങ്ങനെ വൈകുന്നേരമായി. റാസ കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് ഞാൻ വണ്ടിയെ കയറി പെട്ടെന്ന് ഇങ്ങനെ പോന്നു.
പിന്നീട് തിരക്കായതുകൊണ്ട് കുറേ നാളത്തേന് ചോദിക്കാൻ പറ്റിയില്ല. 1 മാസം കഴിഞ്ഞ് വളരെ ശാന്തമായി ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ ഞാൻ ബിനുവിനോട് ചോദിച്ചു, ആ കോഴിക്കോട്ടെ കല്യാണത്തിൻ്റെ കാര്യം വല്ലതും ആയോടാ? അപ്പോൾ അവ പറഞ്ഞു, തിരുമേനി പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചുമില്ല, എനിക്കൊന്നും പറയാനും പറ്റിയില്ല, സമയവും കിട്ടിയില്ല. കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, നമുക്കങ്ങ് ആലോചിച്ചാലോ? ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ട, നീ തന്നെ അങ്ങ് കെട്ടിയാൽ മതി. ഇതിനകത്ത് നമുക്ക് പരിപാടി വേണ്ട, നീ അങ്ങ് കെട്ടിയാൽ മതി. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ആരാ സാക്ഷി? ഈ പറവൂരിൽ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു ഞങ്ങളുടെ ദേവാലയത്തിൽ എന്ന് തെളിയിക്കേണ്ട സാക്ഷിയാരാ? നമ്മളെന്നാ പിന്നെയും പറയുന്നത്. ഞാൻ കണ്ടോ, ഞാനാണ്. ഈ ഇവിടുത്തെ മാമോദീസ തൊട്ടിയിൽ നിന്ന് 5-6 പിള്ളേരുണ്ട്. അതുകൊണ്ട് 5-6 എണ്ണത്തിനെയും കൂടെ ഒന്നിച്ച് മാമോദീസ തൊട്ടിക്കായിട്ട് ഇറക്കിയിട്ട് കുടത്തിനകത്ത് വെള്ളം തലയിലോട്ട് ഒഴിക്കുകയായിരുന്നോ ചെയ്തത്? അല്ല, ഓരോരുത്തരെയായി മാമോദീസ തൊട്ടിയിൽ മുക്കി പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ഖബറിൽ നിന്ന് ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്നതാണ്. നിനക്ക് സെപ്പറേറ്റ് മാമോദീസ നടത്തി, നിനക്ക് സെപ്പറേറ്റ് പേര് നിശ്ചയിച്ചു, നിന്നെ വ്യക്തിപരമായി പരിശുദ്ധ സഭയുടെ അംഗമാക്കി മാറ്റി. എന്തിനു വേണ്ടി? നീ ക്രിസ്തുവിൻ്റെ സാക്ഷിയായിരിക്കാൻ. കണ്ടോ? എന്ന് പറഞ്ഞാൽ നീ തെളിയിക്കണം, നിന്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കണം, യേശു ക്രിസ്തു ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്നുവെന്ന് തെളിയിക്കണം. അതിനു വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ആത്മാവിന് പറയുന്ന പേരാണേത്? പരിശുദ്ധാത്മാവ്. ഇനി ഈ പരിശുദ്ധാത്മാവ് എവിടുന്നാ പോകുന്നത്? ഉറവിടം എവിടുന്ന? പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടം എവിടുന്ന? എവിടെയാണ്? പിതാവിൻ്റെ. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? പിതാവിൽ നിന്നാണ് പോന്നിരിക്കുന്നത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാ? ഒരു സുറിയാനി ക്രിസ്ത്യാനി ഇതാ ഈ സഭയിൽ ജനിച്ചാൽ അവനിത് അറിഞ്ഞിരിക്കണം. എവിടെയാ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് സഭ ഡിക്ലെയർ ചെയ്യുന്നൊരു കാര്യം എല്ലാ വിശുദ്ധ കുർബാനയിലും പ്രത്യേകം വായിക്കാറുണ്ട്. എല്ലാ കുർബാനയിലും വായിക്കും. എവിടെയാണെന്നറിയോ? നമ്മളെല്ലാം അത് ഏറ്റുപറയണമെന്നായിരുന്നു സഭ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ ആചാര്യൻ്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഏത് സാധനം ചൊല്ലുന്നത്? വിശ്വാസ പ്രമാണം. ഇത് നമ്മുടെ സഭയുടെ വിശ്വാസത്തിൻ്റെ പ്രമാണമാണ്. അതിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എവിടെയാണ് പറയുന്നത്? എത്ര ഖണ്ഡികയുണ്ടത്? വിശ്വാസ പ്രമാണത്തിന് എത്ര ഖണ്ഡികയുണ്ട്? 4 ഖണ്ഡിക. ഇതിൽ എത്രാമത്തെ ഖണ്ഡികയിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്? 3-ാമത്തെ ഖണ്ഡിക. എന്താ പറയുന്നത്? സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യം എന്താണ്? ജീവൻ കൊടുക്കുക. കണ്ടോ? നമുക്കൊക്കെ ജീവൻ തരിക. പിന്നെ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ടു. ഉണ്ടോ? എവിടുന്നാ പോകുന്നത്? പിതാവിൻ്റെ നെഞ്ചുപൊട്ടി മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി ഒഴുകിയിറങ്ങിയ ആത്മാവാണേത്? പരിശുദ്ധാത്മാവ്. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് ധ്യാനം നടത്താൻ വേണ്ടി ധ്യാനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ധ്യാനത്തിന് ശേഷം ഒരമ്മച്ചി എന്നെ കാണാൻ വന്നു. അമ്മച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ തിരുമേനിയുടെ ഒക്കെ ധ്യാനം കൂടിയപ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായെന്ന്.